കുട്ടികളുടെയും മുതിർന്നവരുടെയും ഒക്കെ മുടി നരയ്ക്കുന്നുണ്ടോ എങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഒന്ന് ചെയ്തു നോക്കും. മുടി നര കുറയ്ക്കാനും അതുപോലെ മുടി ആർത്ത് കിളുക്കാനും ഇപ്പം നമുക്ക് പെട്ടെന്നൊന്ന് പുറത്ത് പോകണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റിയ 2 സൂത്രമാണ് ഞാൻ ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു വീഡിയോ ആണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ, കാരണം ഇനി നരച്ച മുടി ഓർത്ത് വിഷമിച്ചിരിക്കേണ്ട, ദുഃഖിച്ചിരിക്കേണ്ട കാര്യമില്ല, ടെൻഷനും അടിക്കേണ്ട. നമുക്ക് അടിപൊളിയായിട്ട് നര മാറ്റുകയും ചെയ്യാം, അതുപോലെ മുടി കറുപ്പിക്കുകയും ചെയ്യാം. അതുപോലെ തന്നെ കുറച്ച് കിച്ചൺ ടിപ്സ് എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഹലോ ഫ്രണ്ട്സ്, കേക്ക് ആൻഡ് കേക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫസ്റ്റ് ടിപ്പ് ഇത് കണ്ടില്ലേ, നമ്മുടെ ഇരുമ്പിപ്പുളി എന്ന് പറയും, എല്ലായിടത്തും പറയും ഇരുമ്പിപ്പുളി എന്നാണ് ഇതിൻ്റെ പേര്. നിങ്ങളുടെയൊക്കെ വീടുകളിൽ എന്താണ് പേര് പറയുന്നതെന്ന് പറയണം കേട്ടോ. സ്ഥലങ്ങളിൽ എന്ത് പേരാണ് ഇതിന് പറയുന്നത് പറയണം. ഇരുമ്പിപ്പുളിയാണിത്. പക്ഷേങ്കിൽ ഇത് കണ്ടില്ലേ, ഇതിൻ്റെ ഒരു കോലം കണ്ടില്ലേ, അപ്പിടി ചെതൽ കയറിയിട്ടുണ്ട് കേട്ടോ, ഫുള്ള് ചെതൽ കയറിയിട്ടുണ്ട്. അപ്പോൾ ഈ ചെതൽ എങ്ങനെ കളയാം? നമ്മുടെ ഈ മരങ്ങളിൽ മാത്രമല്ല, തെങ്ങ് അതുപോലെ വീടിനുള്ളിലെല്ലാം ഒരുപാട് ചെതലൊക്കെ കയറുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന സിമ്പിളായിട്ടൊരു ടിപ്പാണ് കേട്ടോ. അതിനായിട്ടൊരു ബൗൾ നിറച്ച് വെള്ളം എടുക്കാം. ഞാനിപ്പോൾ കുറേ ഏറെ എടുക്കേണ്ട കുറച്ച് വലിയൊരു ബൗളിലാണ് ഞാൻ വെള്ളം എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് വിനാഗിരി ഒഴിച്ച് കൊടുക്കണം കേട്ടോ. അടിപൊളി റിസൾട്ട് കിട്ടുന്ന 1/4 കപ്പ് വിനാഗിരി 2 ടീസ്പൂൺ ഡിഷ് വാഷും കൂടെ ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. ഇത് മാത്രം മതി. എന്തോരം ചെതലുണ്ടെങ്കിൽ വീട്ടിൽ നിന്നും പരിസരങ്ങളിലുണ്ടെങ്കിൽ പോലും അതിൻ്റെ കൂടെ ഉറുമ്പ്, വല്ലി, പാറ്റ ഇതെല്ലാം പോകുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ കാണിച്ചത് ഇത് കണ്ടില്ലേ, നേരെ ഒരു കുപ്പിയിലേക്ക് ആ ഒരു മിക്സ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഇരുമ്പിപ്പുളിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം കണ്ട. നമ്മുടെ മരത്തിനൊന്നും വലിയ പ്രശ്നമൊന്നും വരുത്തുന്നില്ല. കാര്യം ആ ഒരു ഇത് കയറിയിട്ട് നശിപ്പിച്ചുകൊണ്ടേ നമ്മുടെ ഈ ചെതൽ പോകത്തുള്ളൂ. അതുകൊണ്ട് എല്ലാവരും ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു ഇതിലേക്ക് ഇത് ഫുള്ളും ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് സ്പ്രേ ബോട്ടിലുണ്ടെങ്കിൽ ആക്കാം, അല്ലെങ്കിൽ കുപ്പിക്ക് ഹോളിട്ടെടുത്തിട്ട് ഒന്ന് ഒഴിച്ച് കൊടുക്കാൻ മതി. ഫുള്ള് ചെതലും പോകുന്നതായിരിക്കും. അപ്പോൾ ഞാൻ രാവിലെയാണ് ഇത് ഒഴിച്ചിടുന്നത്. വൈകുന്നേരം ആയപ്പോൾ അത് ഫുള്ള് ചെതലെല്ലാം ചത്ത് താഴെ വീണിട്ടുണ്ടായിരുന്നു. ആ മണ്ണ് നമുക്ക് പിന്നെ കുത്തിക്കളഞ്ഞാൽ മാത്രം മതിയാവും കേട്ടോ. അപ്പോൾ ഞാൻ കാണിച്ചു തരാം, ചെതലെല്ലാം തറയിലോട്ട് വീടുന്ന ഞാൻ കാണിച്ചു തരാം. എനിക്ക് നല്ല റിസൾട്ടാണ് കിട്ടുന്നത്. നമുക്ക് വിനാഗിരി കൊണ്ടൊരു 100 കാര്യങ്ങൾ നമുക്ക് നമ്മുടെ വീട്ടിൽ ചെയ്യാൻ പറ്റും കേട്ടോ. വളരെ നല്ല രീതിയിൽ റിസൾട്ട് കിട്ടുന്നതാണ് വിനാഗിരി. ഇപ്പം ഞാൻ അതെല്ലാം ഒഴിച്ച് കൊടുത്തപ്പോൾ ഫുള്ള് ചെതലും താഴോട്ട് വീണിട്ടുണ്ടായിരുന്നേ. എൻ്റെ വേരിൻ്റെ ഭാഗം മുതലാണ് ഈ ഒരു ചെതൽ കയറിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ എവിടെയെങ്കിലും ചെതലുണ്ടോ എന്നൊക്കെ നോക്കിയിരുന്നു. എവിടെയെങ്കിലും ഒരിടത്തുണ്ടെങ്കിലല്ലേ എല്ലായിടത്തും കയറത്തുള്ളൂ. പക്ഷെ അവിടെ ഒന്നും കണ്ടില്ല. പിന്നെ ഇത് എവിടെ നിന്ന് കയറിയെന്നും അറിയത്തില്ല. പക്ഷെ പെട്ടെന്നാണ് ഒറ്റ ദിവസം കൊണ്ടാണ് ഈ ഒരു ചെതൽ കയറിയത് കേട്ടോ. എന്നാണെങ്കിലും വെളിയിൽ നിന്ന് 5 പൈസ മുടക്കില്ലാതെ നമുക്ക് വീട്ടിൽ ഇതിനെ നശിപ്പിച്ച് കളയാം, ചെതൽ കയറി നശിപ്പിച്ച് കളയാം. അപ്പോൾ നിങ്ങൾ തറയിലൊക്കെ ക്യാമറ കാണുന്നുണ്ടോ എന്നറിയത്തില്ല. എന്നാലും ചെതലെല്ലാം ഈ തറയിൽ മുറ്റത്ത് വീണ് കിടപ്പുണ്ടായിരുന്നു കേട്ടോ. നല്ല അടിപൊളി റിസൾട്ടാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ചെയ്ത് നോക്കണം. വിനാഗിരി സൂപ്പറാണ് കേട്ടോ. അപ്പോൾ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യണേ. ഇനി അടുത്ത ടിപ്പ് അതുപോലെ തന്നെയാണ്. നമ്മുടെ വീട്ടിൽ റേഷൻ അരിയൊക്കെ മേടിച്ചുകൊണ്ട് വരുമ്പോഴത്തേക്കും പച്ചരി, അതുപോലെ കുത്തരി, ചാക്കരി എല്ലാത്തിലും വണ്ട് കയറും. ഒരുമാതിരി ചെള്ളാണിത്. ഇത് കയറിയാൽ പിന്നെ നമുക്ക് ആഹാരം കഴിക്കാൻ, ചോറ് വെക്കാനും ഒന്നിനും തോന്നത്തു പോലും ഇല്ല കേട്ടോ. ചിലരതെടുത്ത് കളയും, ചിലർ വെയിലത്തൊക്കെ വെച്ച് നല്ലപോലെ ഉണക്കിയെടുക്കും. അപ്പോൾ ഇപ്പം മഴയാണ്, അതുകൊണ്ട് നമുക്ക് ഇത് എടുത്തപ്പോഴത്തേക്ക് നിറച്ച് പിന്നെ ചെള്ളായിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാതെ വെള്ളോട്ടൊക്കെ ഇപ്പോൾ പെരയ്ക്കകത്തോട്ടൊക്കെ ഈ ചെള്ള് ഇറങ്ങാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ ഞാൻ വെളിയിലോട്ട് ഇറക്കി വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഇതിലേക്ക് ചെയ്യുന്നത്, നമ്മുടെ ഒരു ബൗൾ എടുത്ത് വെച്ച് കൊടുക്കുക. ഇതുപോലെ ഒരു ബൗൾ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് വിനാഗിരി, വെള്ളം ഒന്നും ചേർക്കാതെ വിനാഗിരി ഒരു 1/4 കപ്പ് അളവിൽ ഇങ്ങനത്തെ ഒഴിച്ച് വെക്കുക. അതിനുശേഷം ആ അടപ്പ് കൊണ്ട് തന്നെ നമ്മുടെ ബക്കറ്റ് ഒന്ന് മൂടി വെക്കുക. ബക്കറ്റ് മൂടി വെക്കുമ്പോഴത്തേക്ക് ഈ ഒരു ഗ്യാസ്, വിനാഗിരിയുടെ ഗ്യാസ് നമ്മുടെ ബക്കറ്റിനുള്ളിലെല്ലാം നല്ല നിറഞ്ഞു നിൽക്കും. അപ്പോഴത്തേക്ക് ആ ഒരു ചെള്ളുണ്ടല്ലോ ഫുള്ളും ആ വിനാഗിരിക്കകത്ത് തന്നെ വന്ന് വീഴും കേട്ടോ. അപ്പോൾ ഒരു 5 മിനിറ്റ് ഞാൻ ഒന്ന് അടച്ച് വെച്ചതിന് ശേഷം തുറന്ന് നോക്കി കണ്ടില്ലേ, ഫുള്ള് ചെള്ള് അതിൻ്റെ അകത്ത് വീണിട്ടുണ്ട്. എന്നാലും അതിൻ്റെ സൈഡിലൊക്കെ ഉണ്ട്. ഇനി നമുക്ക് മുറ്റത്തോട്ട് ഇറക്കി വെക്കാം. എന്നിട്ട് അടുപ്പ് തുറന്ന് വെച്ചിട്ട് ഒന്ന് വെക്കുവാണെങ്കിൽ അടിപൊളിയായിട്ട് അത് ചെള്ള് ഫുള്ളും ഇറങ്ങി പോകുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം. അല്ലെങ്കിൽ ആ അരി കൊണ്ടുവരുമ്പോൾ കുറച്ച് മുളക് പൊടിയും ഇച്ചിരി ഉപ്പ് പൊടിയും കൂടെ കല്ലോ എന്തെങ്കിലും ഇട്ടൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കുവാണെങ്കിൽ ചെള്ള് കയറത്തില്ല കേട്ടോ. എന്നിട്ട് ഇപ്പം ഞാൻ ചെള്ള് കയറാത്ത കുറച്ച് അരി ഉണ്ടായിരുന്നു. അതിലേക്ക് ഞാൻ കുറച്ച് എവിടെ വെച്ചാലും ചെള്ള് കയറാതിരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ടിപ്പും കൂടെ ഞാൻ പറഞ്ഞു തരുന്നുണ്ട്, കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ആ കുറച്ച് അരി ബാക്കി വന്ന നല്ല അരിയായിരുന്നു. റേഷൻ അരി ഞാൻ മേടിച്ചുകൊണ്ട് വന്നതേ ഉള്ളൂ. അതിലൊരു ചെള്ള് പോലും ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിലിനി ചെള്ള് കയറരുത്. കാര്യം ഈ ഒരു അരി ഇരിക്കുമ്പോഴത്തേക്ക് നിമിഷ നേരം കൊണ്ട് മറ്റരികളിലെല്ലാം ചെള്ളില്ലാത്ത അരികൾ പെട്ടെന്ന് ചെള്ള് കയറും. അപ്പോൾ ആ ബക്കറ്റ് അരിയും മാറ്റി വെക്കുക, ഈ അരിയും മാറ്റി വെക്കണം. അപ്പോൾ അത്
അത് മാറ്റി വെക്കുന്ന കൂടെ തന്നെ ഇത് ഇങ്ങനെയും കൂടെ ചെയ്ത് വെക്കുക. അതിനായിട്ട് ഞാൻ 2 ടിഷ്യൂ പേപ്പർ എടുത്തിട്ടുണ്ടായിരുന്നു. അതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ നമ്മുടെ കറുവാപ്പട്ട പൊടിച്ചതാണ്, കറുവാപ്പട്ട പൊടിച്ച് വെക്കുന്നതാണ് നല്ലത്. എന്നിട്ട് ഇതുപോലെ ഒരു കിഴി കെട്ടിയിട്ട് ഒരു റബ്ബർ ബാൻഡ് ചുറ്റി നമ്മൾ ഈ നല്ല അടിയിലേക്ക് ഇട്ടിറക്കി വെക്കുക. അതിനുശേഷം ഒന്ന് മാറ്റി വെച്ച് നോക്കും, അത് ചെള്ള് കയറത്തേയില്ല കേട്ടോ. അപ്പോൾ ഒരു പൂപ്പൽ പോലെയൊക്കെ ഉണ്ടാവില്ല അരിക്ക്, എത്ര നാളിരുന്നാലും ചള്ളാകത്തുമില്ല, ചെള്ള് കയറത്തുമില്ല. അടിപൊളി റിസൾട്ടാണ്. അപ്പോൾ ഈ അരിയുടെ ഉള്ളിലേക്ക് ഇട്ടിട്ട് കുറച്ച് അരി അങ്ങ് മൂടി ഇട്ടാൽ മതി. അന്നപ്പോഴത്തേക്ക് അത് കറക്റ്റായിട്ട് അവിടെ നിന്ന് ചെള്ളുണ്ടെങ്കിൽ തന്നെ അതിൻ്റെ തൊണ്ടെങ്കിൽ തന്നെ അത് ഇറങ്ങി പോവുകയും ചെയ്തു. അപ്പോൾ എനിക്ക് നല്ല റിസൾട്ടാണ് ഈ ടിപ്പിലൂടെയൊക്കെ കിട്ടിയത്. നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കട്ടെ തന്നെയാണ് കേട്ടോ. ഇനി അടുത്തൊരു ടിപ്പ് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. ഇപ്പം കൊതുകിൻ്റെ ശല്യം ഭയങ്കര കൂടുതലാണ്. കാര്യം ചക്ക മാങ്ങ ഇതെല്ലാം ഉള്ള സമയങ്ങളാണ് കൊതുകിൻ്റെ ശല്യം ഭയങ്കര കൂടുതലാണ്. അതുപോലെ വെള്ളം കെട്ടിക്കിടപ്പുണ്ടെങ്കിലൊക്കെ എല്ലാം ഊരിക്കളയുക. കൊതുക് കടിച്ചാൽ പല പല അസുഖങ്ങൾ നമുക്കുണ്ടാകും. അതുപോലെ തന്നെ നമ്മുടെ ആറ്റിൻ്റെ തീരമൊക്കെ ആകുമ്പോഴത്തേക്ക് കൊതുകിൻ്റെ ശല്യം ഭയങ്കര കൂടുതലാണ്. അപ്പം നമുക്ക് കൊതുക് കടിച്ചിട്ടുണ്ടെങ്കിൽ എന്നാണ്ട് ആരും ചൊറിഞ്ഞ് പൊട്ടിക്കുകയൊന്നും ചെയ്യരുത്. അപ്പോൾ ഈ ചൊറിഞ്ഞ് പൊട്ടിക്കുന്നതിന് പകരം നിങ്ങൾക്ക് നല്ല ചൊറിച്ചിലല്ലേ, അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഇതുപോലെ ഒന്നെങ്കിൽ വിക്സ് അല്ലെങ്കിൽ ഇതുപോലെ കാജ ഓയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് എടുത്തിട്ട് ആ ചൊറിയുന്ന ഭാഗത്തേക്ക് കുറച്ചൊന്ന് തൂത്ത് കൊടുത്തിട്ട് കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് തൂത്ത് കൊടുക്കുവാണെങ്കിൽ ആ തടുപ്പും മാറും, ആ ചൊറിച്ചിലും മാറും കേട്ടോ. അപ്പോൾ നല്ലൊരിതായിട്ടാണ് ഞാനപ്പോൾ എൻ്റെ കയ്യിലിങ്ങനെ കൊതുക് കടിച്ചപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ പോയി ചെയ്തതാണ്. എനിക്ക് നല്ലൊരു ആ ചൊറിച്ചിലെല്ലാം പെട്ടെന്ന് പോയായിരുന്നു. അപ്പോൾ നിങ്ങളൊന്ന് ചെയ്ത് നോക്കണേ. ഇനി അടുത്ത ടിപ്പിലേക്ക് പോകാം. ഇപ്പോഴത്തെ കുട്ടികൾക്കുണ്ടാകുന്ന നര, അതുപോലെ മുടി കൊഴിച്ചിൽ, ഡാൻഡ്രഫ്, അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ കുട്ടികളുടെ മുടിക്കൊക്കെ ഉണ്ടാകും. കുഞ്ഞു കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഉണ്ടാകും. അപ്പോൾ ആ നര മാറ്റാനായിട്ടുള്ള അടിപൊളി ടിപ്പ് ഞാൻ പറഞ്ഞു തരാവേ. ഇത് ഞാൻ എടുത്തിരിക്കുന്നത് നമ്മുടെ കരിഞ്ജീരകത്തിൻ്റെ എണ്ണയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാനിവിടെ കുറച്ചേ തയ്യാറാക്കിയിട്ടുള്ളൂ, കുറച്ച് ഓയിലും എടുത്തിട്ടുള്ളൂ. ഈ ഒരു രീതിയിലാണ് നമ്മുടെ മുടിയിലേക്ക് അപ്ലൈ ചെയ്യുന്നത്. കുറച്ച് കരിഞ്ജീരകം വറുത്ത് പൊടിച്ചെടുക്കുക. എന്നിട്ട് അതിലേക്ക് അത് നല്ലപോലെ പൊടിച്ചിട്ട് അരിച്ചെടുത്തിട്ട് അതിലേക്ക് ആവണക്കെണ്ണ അല്ലെങ്കിൽ കടുകെണ്ണ ഇതൊഴിച്ചിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അതിനുശേഷം നമ്മൾ കുളിക്കുന്നതിന് മുമ്പ് നമ്മുടെ തലമുടിയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ എന്നും ഡെയിലി നിങ്ങൾ തേച്ച് നമ്മൾ സാധാ എണ്ണ ഏതെണ്ണയാണ് നിങ്ങൾ ഉപയോഗിക്കുന്ന എണ്ണയ്ക്ക് പകരം ഇത് ഉപയോഗിച്ച് നിങ്ങൾ കുളിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും. അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ ഉപയോഗിക്കുന്ന എണ്ണ ഉപേക്ഷിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആഴ്ചയിൽ 2 പ്രാവശ്യം വെച്ച് ഇത് ചെയ്യുവാണെങ്കിൽ കുട്ടികളുടെയും മുതിർന്നവരുടെയും എല്ലാം നരച്ച മുടി പോകാനും അതുപോലെ തന്നെ മുടി നല്ലപോലെ കിളുക്കാനും ഡാൻഡ്രഫ് പോകാനും മുടിക്കായ പോകാനും അതുപോലെ തന്നെ ഈര് പേന് ഇതൊക്കെ പോകാനും വളരെ നല്ലതാണ്. മുടി നല്ല ആർത്ത് കാട് പോലെ കിളുക്കുകയും ചെയ്യും. നല്ല അടിപൊളി റിസൾട്ടാണ്. ഇപ്പോൾ എൻ്റെ കുട്ടിയുടെ മുടി ഒരുപാട് മുടി പൊഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. എൻ്റെ കുട്ടിയുടെ മുടിയിൽ ഞങ്ങളുടെ മുടിയിലെല്ലാം ഞങ്ങൾ ഇതാണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യും. ഇനി അടുത്ത ടിപ്പ്, ഇപ്പം നമുക്ക് പെട്ടെന്നൊരു ഫംഗ്ഷന് പോകണം. ഈ ഫംഗ്ഷന് പോകുമ്പോൾ നരച്ച മുടി കറുപ്പിക്കാൻ പറ്റത്തില്ല. അപ്പം ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും അത്യാവശ്യത്തിന് പുറത്ത് പോകണം, നരച്ച മുടി കറുപ്പിക്കാൻ പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ ഈ ഒരു സ്റ്റിക്ക് ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നരച്ച മുടിയാണേലും മീശയാണ് നമുക്ക് കറുപ്പിച്ചെടുക്കാൻ വേണ്ടില്ല. ഇതാണ് സ്റ്റിക്ക്, എല്ലാവർക്കും അറിയാമായിരിക്കും. അപ്പം ഇതിനായിട്ട് പ്രത്യേകിച്ച് മേടിച്ച ഒരു സ്റ്റിക്കാണ്. നമ്മൾ ചിലർ പറയും ഐലൈനറാന്ന് പറയും. പക്ഷേ ഐലൈനറിനെ കൂട്ടി തന്നെ ഇരിക്കുന്നതാണ്. പക്ഷേങ്കിൽ നല്ലൊരു എഫക്റ്റ് നല്ല രീതിയിൽ നരച്ച മുടി കറുപ്പിച്ച് തന്നെ ഇരിക്കും. വെള്ളമൊന്നും മുഖം കൊണ്ട് കഴുകിയാലൊന്നും അത് പോകത്തില്ല. നമ്മൾ സോപ്പിട്ട് കഴുകാതെ ചുമ്മാ പച്ചവെള്ളം കൊണ്ട് കഴുകിയാലൊന്നും ഇത് പോകത്തില്ല കേട്ടോ. നല്ലൊരു റിസൾട്ടാണ്. നമുക്ക് പെട്ടെന്ന് പോകണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നരച്ച മുടിയാണെങ്കിലും മീശയാണെങ്കിലും നമുക്ക് മുടിയൊക്കെ ഫ്രണ്ടിൽ ചെറിയ ചെറിയ നരകളൊക്കെ കാണുമല്ലോ, അതൊക്കെ മറയ്ക്കാനായിട്ട് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട്. ഒരു എളുപ്പം ഒന്ന് പോകണമെന്നുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾ ചെറിയ നരയും നെറ്റിയിലെ ചെറിയ നരയും ഒക്കെ ഉണ്ടെങ്കിൽ മീശയിലും പുരുഷന്മാരുടെ മീശയിലും ഇതൊക്കെ ഉണ്ടെങ്കിൽ സ്ത്രീകളുടെ നെറ്റിയിലെ നരയൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവർക്കും ഒരുപോലെ പെട്ടെന്ന് തന്നെ ഇത് തേച്ചിട്ട് പുറത്ത് പോകാം. ഉണങ്ങി ഇരുന്നോളും. മുഖം പച്ചവെള്ളം ഒഴിച്ച് കഴുകിയാലൊന്നും പോകത്തൊന്നുമില്ല, സോപ്പിട്ട് കഴുകിയാൽ മാത്രമേ ഇത് പോകത്തുള്ളൂ. എനിക്ക് നല്ലതാണ്. ഞാൻ പെട്ടെന്ന് തന്നെ ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കാറുണ്ട്, ചെയ്തിട്ടുമുണ്ട്. കണ്ടില്ലേ, നല്ലൊരു സ്റ്റിക്കാണ്. എല്ലാം ഓൺലൈനിലൊക്കെ മേടിക്കാനും കിട്ടും കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള. അടുത്ത വീഡിയോ അടിപൊളി ടിപ്പുകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.